ഹായ് എവരിവൺ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. എൻ്റെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണിത്. അപ്പം എൻ്റെ ഈ ഒരു ചാനലിൽ ഞാൻ ഇടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എക്സലിൻ്റെ ബേസിക്സ് ആണ്. ഇപ്പം നമുക്കറിയാം, നമ്മളിപ്പോൾ എന്തൊരു ജോബ് ഇൻ്റർവ്യൂസിന് പോയാലും ഏതൊരു ഓഫീസ് വർക്ക് എടുത്തു കഴിഞ്ഞാലും എക്സൽ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ അറിഞ്ഞിരിക്കുക എന്ന് പറയുന്ന ഒരു ഭയങ്കര ബേസിക് ആയിട്ടുള്ള ഒരു സ്കില്ലാണ്. സോ ഒന്നും അറിയാത്ത ആൾക്കാർക്ക് ഭയങ്കര ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു എക്സൽ എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സോ എക്സൽ നമ്മൾ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്, ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് എക്സലിൻ്റെ കുറേ ടെംപ്ലേറ്റ്സ് കാണാൻ വേണ്ടി പറ്റും. ആൻഡ് നമുക്ക് ഇവിടെ താഴേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റീസെൻ്റ് ആയിട്ട് നമ്മൾ എടുത്തേക്കുന്ന കുറച്ച് എക്സൽ ഫയൽസ് കാണാൻ വേണ്ടി പറ്റും. ഇപ്പം നമുക്ക് ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു വർക്ക് ബുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ നമ്മൾ ബ്ലാങ്ക് ആയിട്ടുള്ള വർക്ക് ബുക്ക് നമ്മളിവിടെ എടുത്തു. അപ്പം എന്താണ് ഒരു വർക്ക് ബുക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സിംഗിൾ എക്സൽ ഫയലിനെയാണ് നമ്മൾ വർക്ക് ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു സിംഗിൾ ആയിട്ടുള്ള ഒരു എക്സൽ ഫയലാണ്. സോ ഇതിനെ നമ്മൾ വർക്ക് ബുക്ക് എന്ന് ക്രിയേറ്റ് ചെയ്യും, വർക്ക് ബുക്ക് എന്ന് പറയും. സോ ഈ ഒരു എക്സലിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും, ഇവിടെ ഈ ഒരു വർക്ക് ബുക്കിന് ബുക്ക് 1 എന്ന് പറഞ്ഞിട്ടാണ് എക്സൽ ഇവിടെ സേവ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള ഒരു പേരിൽ, നമുക്ക് ഇഷ്ടമുള്ള ലൊക്കേഷനിൽ നമുക്ക് ഇതിനെ സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളിവിടെ സേവ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു പേരിൽ നമുക്ക് ഇതിനെ സേവ് ചെയ്യാം. ഇപ്പം ഓക്കെ, ഞാൻ ഈ ഒരു പേരിൽ ഇതിനെ സേവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും, ഇവിടെ എക്സൽ ഫോർ ബിഗിനേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു പേരിൽ ഇതിവിടെ സേവ് ആയത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അതുപോലെ നിങ്ങളും ഒന്ന് സേവ് ചെയ്ത് നോക്കാം. ഇനി നമ്മൾ വർക്ക് ഷീറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. ഒരു എക്സൽ ഫയലിനകത്ത് മിനിമം ഒരു വർക്ക് ഷീറ്റ് എങ്കിലും ഉണ്ടാവും. അതാണ് ഇവിടെ ഷീറ്റ് 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. സോ നമുക്ക് എത്ര വർക്ക് ഷീറ്റ് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇവിടെ ഈ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വർക്ക് ഷീറ്റ് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഈ വർക്ക് ഷീറ്റിന് നിങ്ങൾക്ക് ഒരു പേര് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു പേര് വന്നു, ഈ ഒരു വർക്ക് ഷീറ്റിൻ്റെ പേര് ഇവിടെ സേവ് ആയത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എല്ലാവരും ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന എല്ലാം എന്താണ്, ഒരു റെക്റ്റാങ്കുലർ ബോക്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ബോക്സസിനെയാണ് നമ്മൾ സെൽ എന്ന് പറയുന്നത്. ഇതെല്ലാം എന്താണ്, സെല്ലാണ്. ഈ സെല്ലിനെല്ലാത്തിനും ഒരു അഡ്രസ്സ് ഉണ്ട്. ഇപ്പം ഞാനിവിടെ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ഈ സെല്ലിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് എഫ്, ഇത് ഈ ഒരു എഫ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിലാണ് ഇരിക്കുന്നത്. അപ്പം ഇതിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് F3 ആണ്. ഓക്കെ, ഇപ്പം ഇതിൻ്റെ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് J3 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും, ഇവിടെ ഒരു നെയിം ബോക്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ നെയിം ബോക്സിൽ ശരിക്കും കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏത് സെല്ലാണോ സെലക്ട് ചെയ്തത് ആ സെല്ലിൻ്റെ അഡ്രസ്സാണ് ഈ ഒരു നെയിം ബോക്സിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പം E5 ഇതിൻ്റെ നെയിം ബോക്സിൽ നമുക്ക് ഇതിൻ്റെ അഡ്രസ്സ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതെടുത്തു, N3 ഈ ഒരു സെല്ലിൻ്റെ അഡ്രസ്സാണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇത് നമുക്ക് ഇപ്പം നമുക്ക് ഒരു J24 എന്ന് പറയുന്ന ഒരു സെല്ല് നമുക്ക് സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ അവിടെ J24 നമ്മൾ അടിച്ചു കൊടുത്തിട്ട് എൻ്റർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കണ്ട J24 എന്ന് പറയുന്ന സെല്ല് സെലക്ട് ആയി. അപ്പോൾ അതാണ് എന്ത്, നെയിം ബോക്സിൻ്റെ ഒരു ഉപകാരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ സെല്ലുകളിൽ നമുക്ക് എന്ത് ഡാറ്റാസ് ആണെങ്കിലും എന്ത് വാല്യൂ വേണമെങ്കിലും നമുക്ക് ഫോർമുലാസ് എല്ലാം നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇപ്പം നമുക്കിപ്പം എന്തെങ്കിലും ഒരു ഡാറ്റ നമ്മൾ എൻ്റർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. അപ്പം ഓക്കെ, അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മളുടെ ഒരു നമുക്ക് ഡാറ്റ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഫോർമുലാസ് ടൈപ്പ് ചെയ്യാം, എന്ത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു സെല്ലിനകത്ത് നമുക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി അടുത്തായിട്ട് പറയുന്നതാണ്, നമുക്ക് ഈ ഒരു വർക്ക് ഷീറ്റിൻ്റെ ഏറ്റവും അവസാനത്തെ കോളത്തിലോട്ട് പോകണമെന്ന് വിചാരിക്കും. അവസാനത്തെ കോളത്തിലോട്ട് പോകണമെങ്കിൽ നമ്മൾ കൺട്രോൾ പ്ലസ് നമ്മളുടെ ഈ ഒരു റൈറ്റ് ആരോ ഇല്ലേ, നമ്മുടെ
കീബോർഡിനകത്ത് ഏറ്റവും റൈറ്റ് സൈഡിൽ കാണുന്ന റൈറ്റ് ആരോ കൺട്രോൾ പ്ലസ് റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വർക്ക്ഷീറ്റിൻ്റെ ഏറ്റവും അവസാനത്തെ കോളത്തിലോട്ട് പോകാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ഈ ഒരു വർക്ക്ഷീറ്റിൻ്റെ ഏറ്റവും അവസാനത്തെ വരിയിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൺട്രോൾ പ്ലസ് നമ്മളുടെ ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യാം. കൺട്രോൾ പ്ലസ് ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു വർക്ക്ഷീറ്റിൻ്റെ ഏറ്റവും അവസാനത്തെ റോയിലോട്ടേക്ക് നമുക്ക് ഏറ്റവും അവസാനത്തെ സെല്ലിലോട്ട് നമുക്ക് പോകാൻ വേണ്ടി പറ്റി. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ ഏറ്റവും ഈ വർക്ക്ഷീറ്റിൻ്റെ ആദ്യത്തെ സെല്ലിലോട്ട് പോകണം. അതായത് A1 പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൺട്രോൾ പ്ലസ് ഹോം കീ പ്രസ് ചെയ്യാം. എൻ്റെ കീബോർഡിൽ ഇത്രയും നേരം വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്, പക്ഷെ ഇപ്പം എന്താണെന്നറിയില്ല, അത് വർക്ക് ആവുന്നില്ല. പക്ഷെ നിങ്ങൾ അത് ട്രൈ ചെയ്ത് നോക്കുക, നമുക്ക് എന്തായാലും കിട്ടും. അപ്പം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഈ നെയിം ബോക്സിനകത്ത് നമ്മൾ A1 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മുടെ ആ ഒരു A1 എന്ന് പറയുന്ന സെല്ലിലോട്ട് നമുക്ക് എത്താൻ വേണ്ടി പറ്റും. ഓക്കെ, ഇവിടെ കാണാൻ വേണ്ടി പറ്റും ഫോർമുല ബാർ. ഈ ഫോർമുല ബാർ എന്ന് പറയുന്നത് നമ്മളുടെ സെല്ലിൽ നമ്മൾ എന്ത് കണ്ടന്റ് ആണോ ഉള്ളത് ആ കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഫോർമുല ബാർ എന്ന് പറയുന്നത്. അതാണ് ഈ ഒരു ഫോർമുല ബാറിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഈ ഒരു സെല്ലിലെ കണ്ടന്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മളൊരു ഇത് ടൈപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, അതാണ് ഇതിന്റെ കണ്ടന്റ്. അപ്പൊ ഈ ഒരു കണ്ടന്റ് എന്താണോ അത് ഈ ഒരു ഫോർമുല ബാറിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും, ഇവിടെ എക്സലിനകത്ത് നമ്മൾ എപ്പോഴും ഒരു ഫോർമുല സ്റ്റാർട്ട് ചെയ്യുന്നത് ഈക്വൽ ടു സൈനോട് കൂടിയാണ് ഏതൊരു ഫോർമുലയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, തുടങ്ങാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ഇപ്പം എനിക്ക് ഈ ഒരു D4 എന്ന് പറയുന്ന സെല്ലിലെ കണ്ടന്റ് എനിക്കിവിടെ ഈ ഒരു G4 മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടേക്ക് റീപ്ലേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഈക്വൽ ടു സൈൻ വെച്ചിട്ട് ഈ ഒരു കണ്ടന്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടേക്ക് ആയത് കാണും. ഇനി നമ്മൾ ഈ ഒരു D4 സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഫോർമുല ബാറിൽ ഈ ഒരു സെല്ലിലെ കണ്ടന്റ് ആണ് കാണിക്കുന്നത്. പക്ഷെ G4 സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഏത് ഫോർമുലയാണോ യൂസ് ചെയ്തേക്കുന്നത് ആ ഫോർമുലയാണ് ഇവിടെ കാണിക്കുന്നത്. സോ നമ്മൾ ഇതിനെ നേരിട്ട് ഇവിടെ ഈ ഒരു കണ്ടന്റ് ടൈപ്പ് ചെയ്തേക്കുന്നതല്ല, നമ്മളൊരു ഫോർമുല വെച്ചിട്ടാണ് ഇവിടേക്ക് പ്ലേസ് ചെയ്തേക്കുന്നത്. സോ ആ ഒരു ഫോർമുലയാണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നതാണ്, ഇപ്പൊ നമുക്ക് കാണാം ഇവിടെ ഈ ഒരു സെല്ലിനകത്ത് നമ്മളുടെ ഒരു കണ്ടന്റ് ഉണ്ട്. ഈ കണ്ടന്റിനെ നമുക്ക് ഈ പറയുന്ന റൈറ്റ് സെല്ലിലോട്ടേക്കൊക്കെ നമുക്ക് കോപ്പി ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെല്ലിന്റെ ഈ ഒരു ബോർഡറിന്റെ റൈറ്റ് കോർണർ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സെല്ലിലോട്ടേക്കൊക്കെ ഈ ഒരു കണ്ടന്റ് കോപ്പി ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനിയിപ്പം താഴത്തെ സെല്ലിലോട്ടേക്ക് ആക്കണമെങ്കിലും ഇതുപോലെ ആ ഒരു റൈറ്റ് ബോർഡറിൽ റൈറ്റ് കോർണറിൽ ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. ലെഫ്റ്റിലോട്ടേക്ക് ആക്കണമെങ്കിലും അതുപോലെ തന്നെ. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് നമുക്ക് കണ്ടന്റ് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇത് നമ്മുടെ F4 എന്ന് പറയുന്ന സെല്ലിലാണ് നമ്മളിപ്പോൾ ഈ ഒരു കണ്ടന്റ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇവിടെ ഈ ഒരു ഫോർമുല ബാറിനകത്ത് ഈ ഒരു F4 കണ്ടന്റ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. പക്ഷെ ഈ ഒരു കണ്ടന്റ് G4 എന്ന് പറയുന്ന സെല്ലിലോട്ടേക്ക് എക്സ്പാൻഡ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. പക്ഷെ ഇത് ശരിക്കും G4 എന്ന് പറയുന്ന സെല്ലിനകത്തുള്ള കണ്ടന്റ് അല്ല, ഇത് F4-നകത്തുള്ള കണ്ടന്റ്. G4-നകത്തുള്ള കണ്ടന്റ് അല്ലാത്തതുകൊണ്ടാണ് ഈ ഫോർമുല ബാറിൽ അത് എന്താവാത്തത്, ഡിസ്പ്ലേ ആവാത്തത്. സോ ഇനി നമുക്ക് ഈ ഒരു കോളത്തിന്റെ എന്ത് കൂട്ടണം, വിഡ്ത്ത് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഈ ഒരു ബോർഡർ ഉണ്ടോ, ഈ ബോർഡർ പിടിച്ച് നമ്മൾ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ F എന്ന് പറയുന്ന കോളത്തിന്റെ വിഡ്ത്ത് എന്തായി, ഇൻക്രീസ് ആയി. ഇനി നമുക്ക് ഈ ഒരു റോ, ഇതാണ് റോ എന്ന് പറയുന്നത്, ഈ റോയുടെ ഹൈറ്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ ഈ ബോർഡറിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്കതിന്റെ ഹൈറ്റ് ഈ ഒരു റോയുടെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്തതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ഈ ഒരു EF എന്ന് പറയുന്നതിന്റെ ഇടയിൽ ഒരു കോളം ഇൻസേർട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പൊ കോളം ഇൻസേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഈ ഒരു കോളത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻസേർട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ ഒരു കോളം ഇൻസേർട്ട് ചെയ്തതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇങ്ങനെയാണ് ഒരു കോളം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻസേർട്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഈ G4-ലുള്ള ഈ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് H4 എന്ന് പറയുന്ന സെല്ലിലോട്ടേക്ക് എക്സ്പാൻഡ് ചെയ്ത് നിൽക്കുന്നത്. ഇത് ഈ ഒരു സെല്ലിൽ നമുക്ക് ഫിറ്റ് ചെയ്ത് നിർത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഈ ഒരു റോ
ഈ റോഡ് ഈ ഒരു ബോർഡർ നമ്മൾ എന്ത് ചെയ്യുക, ഇതിന്റെ ഈ ഒരു സെല്ലിന്റെ ഹൈറ്റ് നമ്മൾ ഇൻക്രീസ് ചെയ്യാം. ഈ ഒരു സെല്ലിന്റെ ഹൈറ്റ് നമ്മൾ ഇൻക്രീസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഹോം എന്ന് പറയുന്ന ടാബ് ക്ലിക്ക് ചെയ്തിട്ട്, ഇതാണ് റാപ്പ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. റാപ്പ് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഈ ഒരു കണ്ടന്റ് ഇവിടെ എന്തായത് വേണം ഫിറ്റ് ആയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ എച്ച് എന്ന് പറയുന്ന സെല്ലിലോട്ടേക്ക് എക്സ്പാൻഡ് ചെയ്ത് കിടക്കുന്നില്ല. ഓക്കെ, സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയാനുള്ളത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ബൈ സ്റ്റെപ്പ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് പിന്നെ വലിയ വലിയ സാധനങ്ങളിലോട്ടേക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.